ഹായ്, ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പിടി മല്ലിച്ചപ്പ്, ഹാഫ് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കൂടാതെ മസാലയായിട്ട് പെരുംജീരകം, കുരുമുളക് പൊടി, സ്റ്റാർ, 3-4 കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കുക. വഴന്നതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം. ഇതിനകത്തോട്ട് 2 മുറി സവോളയും ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. കാഷ്നട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേനും ഉലുവയുടെ ഇല നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. സവോള നന്നായിട്ട് വഴന്ന് വരണം. അതുവരെ ഒന്ന് ഇളകി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. ഒന്ന് നന്നായി ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തപ്പോൾ മിസ്സായി പോയതാണ്, ഇടാൻ മറക്കരുത് കേട്ടോ. എന്ന് മസാലയൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കുക. 2 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും ഈ മസാല എല്ലാ ചിക്കനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചിക്കനൊന്ന് വേകാൻ വേണ്ടി വെക്കാം. ഉപ്പോ കുരുമുളകോ പൊടിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് 6-7 മിനിറ്റ് വേവിച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്. ഉപ്പുണ്ടോയെന്ന് ഇടയ്ക്ക് നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പം 6-7 മിനിറ്റ് ആയപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടി പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.